മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഇറങ്ങിയ പടയപ്പയുടെ ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ഈ കാട്ടാന നയമക്കാട് എസ്റ്റേറ്റിൽ നിന്ന് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽ രാജാണ് ഈ കാട്ടാനയുടെ ദൃശ്യങ്ങൾ പകർത്തിയിരിക്കുന്നത്. മതപ്പാടിലാണ് ഈ പടയപ്പ എന്നും അറിയുന്നു. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ദൃശ്യങ്ങൾ പകർത്തിയത് വിമൽ രാജ്. വളരെ വളരെ ക്ലോസ് ഫ്രെയിമിൽ നമുക്ക് ഈ കാട്ടാനെ കാണാം. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. പറയൂ രാഹുൽ വിജയൻ. നയമക്കാട് എസ്റ്റേറ്റിൽ തീറ്റയെടുക്കുന്ന പടയപ്പയുടെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പടയപ്പ അക്രമ സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട കാരണം അത് മതപ്പാടിലാണ് എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങളിൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും. മസ്ത് അത് ഒലിക്കുന്നത് ഉൾപ്പെടെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് താനും. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ആക്രമണം നടത്തുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പടയപ്പ പോയിരുന്നു. 2 വാഹനങ്ങൾ തകർത്തിരുന്നു, ഒരു വഴിയോര കട തകർത്തിരുന്നു. അങ്ങനെ വലിയ തരത്തിലുള്ള പരാക്രമം പടയപ്പ ഈ മേഖലയിൽ കാണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വസ്ഥമായി ശാന്തനായി തേയിലത്തോട്ടത്തിൽ തീറ്റയെടുക്കുന്ന പടയപ്പയുടെ ദൃശ്യങ്ങളാണ് ഈ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ടുള്ള വിമൽ രാജ് ഇപ്പോൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത് ഇത് മതപ്പാടിലായതുകൊണ്ട് തന്നെ പടയപ്പയുടെ അടുത്ത് പഴയ രീതിയിൽ ആളുകൾ ചെല്ലാൻ നിൽക്കരുത്. കാരണം ആളുകൾ സെൽഫി എടുത്താൽ പോലും പടയപ്പ അങ്ങനെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധേന ആക്രമിക്കുകയോ ചെയ്തിട്ടില്ല. ഈ മതപ്പാടിലായതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വലിയ തരത്തിലുള്ള അക്രമ സ്വഭാവം അത് കാണിക്കും, ആളുകൾക്ക് നേരെ പാഞ്ഞടിക്കും. കഴിഞ്ഞ ദിവസം നമ്മൾ നേരിട്ട് കണ്ടതാണ് ഈ വനം വകുപ്പ് വാച്ചർമാർ RRT അംഗങ്ങൾ ഈ ആനയെ തുരത്താൻ പോയപ്പോൾ അവരെയും ആ പടയപ്പ തുരത്തി ഓടിക്കുന്ന RRT അംഗങ്ങൾക്ക് നേരെയും തിരിഞ്ഞ് പാഞ്ഞെടുക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറമാൻ പകർത്തുകയും ചെയ്തതാണ്. അത്തരം സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും ജാഗ്രത പാലിക്കണം. ഈ പടയപ്പയെ പ്രകോപിതനാക്കാൻ മനഃപൂർവ്വം ശ്രമിക്കരുത് എന്നുള്ളൊരു കാര്യം കൂടി ഈ സമയത്ത് എടുത്തു പറയേണ്ടതാണ്. എന്തായാലും വിമൽ രാജ് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. താങ്ക്സ് ടു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വിമൽ രാജ്. അദ്ദേഹം പകർത്തിയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ നമുക്ക് കാണിക്കാൻ കഴിയുന്നത്. എന്തായാലും മതപ്പാടിലാണ് ഈ പടയപ്പ എന്ന കാട്ടാന. അതുകൊണ്ട് അടുത്തേക്ക് പോകരുത്. ആളുകൾ അതിൻ്റെ ചിത്രങ്ങൾ എടുക്കാനും അതിൻ്റെ കൂടെ നിന്ന് സെൽഫി എടുക്കാനും എന്നുള്ള ശ്രമങ്ങളൊന്നും നടത്തരുത്. കാരണം പലപ്പോഴും ഈ മൂന്നാർ പരിസരങ്ങളിലേക്ക് ടൂർ പോകുന്ന ആളുകൾ ഈ കാട്ടാനയൊക്കെ ഗൗരവത്തിലെടുക്കുന്നില്ല എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.